എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസം 1 തീയതി മുതൽ ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്ക് വൻ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. വലിയൊരു സാമ്പത്തിക നേട്ടവും കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഉയർന്ന ആഡംബര ജീവിതവും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു അപൂർവമായ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ 11 നക്ഷത്ര ജാതകർക്കാണ് ഇങ്ങനെയൊരു വലിയ നേട്ടം വന്നു ചേരുന്നത്. 27 നക്ഷത്ര ജാതകരിൽ നിന്നും ഈ നക്ഷത്ര ജാതകരെ തിരഞ്ഞെടുക്കുവാൻ കാരണം തന്നെ ഇവരുടെ ഗ്രഹസ്ഥിതികൾ ഇപ്പോൾ വളരെ അനുകൂലമാണ്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഇതുവരെ ഇവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. അതിൻ്റെ ചില സൂചനകൾ വരും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെയൊരു അപൂർവ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുവാൻ കാരണമുണ്ട്. ഇവരുടെ ഈശ്വരാധീനവും ഇവരുടെ സൽപ്രവർത്തികളും മഹാദേവൻ്റെ അനുഗ്രഹം കൂടിയാണ് ഈ നക്ഷത്ര ജാതകരെ ഇത്ര വലിയ ഉയർച്ചയിൽ കൊണ്ടെത്തിക്കുക. ഇവരുടെ സകല സങ്കടങ്ങളും മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഒക്കെ നേടും എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഇവർ മടി കാട്ടി വീട്ടിലിരുന്നാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. നല്ലൊരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ. ഇവർക്ക് പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ യോഗങ്ങളാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ധനപരമായി ഇവർ വലിയ നേട്ടമുണ്ടാക്കുന്നു എന്നാണ്. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്ര ജാതകർ നല്ല രീതിയിൽ അധ്വാനിക്കണം. നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരാൻ പോകുന്നത് വലിയ ഉയർച്ച തന്നെയാണ്. അതിൻ്റെ ഒരു സൂചന തന്നെ ജൂലൈ മാസം ഒരു 5 തീയതി കഴിയുമ്പോൾ തന്നെ ഇവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ജൂലൈ മാസം 1 തീയതി മുതൽ 5 തീയതി വരെ അതിൻ്റെ ഒരു തുടക്കമാണെങ്കിലും ജൂലൈ 5 കഴിയുമ്പോൾ ആയിരിക്കും ഇവർക്ക് വലിയ ഒരു ഉയർച്ച വന്നു ചേരുക. സാമ്പത്തിക ഭദ്രത നേടുന്നു. നല്ല ഒരു ജോലി ലഭിക്കുന്നു. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. അതുപോലെ തന്നെ ജൂലൈ മാസം 16 തീയതി അതിരാവിലെ മൃത്യുഞ്ജയഹോമമുണ്ട്. അന്നേ ദിവസം കർക്കിടകം 1 തീയതിയാണ്. സകലവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടാൻ, ആപത്തുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ, നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയഹോമമുണ്ട്. ഈ മൃത്യുഞ്ജയഹോമത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. അത് നിങ്ങളുടെ സകല ദുരിത ദുഃഖവും മാറ്റി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞ് താന്ത്രിക വിധിപ്രകാരമാണ് ഈ മൃത്യുഞ്ജയഹോമം നടത്തുക. അതിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഞാൻ ഇന്ന് തന്നെ അത് എഴുതിയെടുത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. 11 നക്ഷത്ര ജാതകർ പാടെ അങ്ങ് മാറും. ഇവരുടെ രോഗദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയും മൃത്യുഞ്ജയഹോമമൊക്കെ നടത്തണം. വരാനിരിക്കുന്നത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുടേതായിരിക്കണം. ഈ 11 നക്ഷത്ര ജാതകർക്കും ഇനി സമ്പൽ സമൃദ്ധിയാണ്. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് മഹാദേവൻ്റെ കൂട്ടുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് മുറുകെ പിടിച്ചോളുക മഹാദേവനെ. സകല പ്രശ്നങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടും. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. നിങ്ങളുടെ പേരിൽ മൃത്യുഞ്ജയഹോമാർച്ചന നടത്തും. അത് നിങ്ങൾക്ക് വലിയ വലിയ മാറ്റമായിരിക്കും നിങ്ങളിൽ വന്നു ചേരുക. അപ്പോൾ ഈ 11 നക്ഷത്ര ജാതകരും മടി കൂടാതെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയായിരിക്കും. അതിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർത്തവും പൂരവും വിശാഖവുമാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, തടസ്സങ്ങളായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഇവരെത്തുന്നു. ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്, സാമ്പത്തിക നേട്ടം, കുടുംബജീവിതത്തിൽ നല്ല സുഖസൗകര്യങ്ങൾ വന്നു ചേരുക, സന്തോഷം വന്നു ചേരുക, നല്ല ഒരു ജോലി ലഭിക്കുക. ഇതെല്ലാം ഇവർക്ക് നടക്കുന്ന സമയമാണ്.
ഏറ്റവും വലിയ രാജയോഗത്തിൻ്റെ സമയമാണ്. ഈ 11 നക്ഷത്ര ജാതകർക്കും വലിയ നേട്ടമാണ്. അതിൽ പുണർത്തത്തിനും പൂരത്തിനും വിശാഖത്തിനും വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. വിദേശത്തു നിന്നൊക്കെ ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിച്ച രീതിയിലുള്ള ധനയോഗം ഇവർക്ക് സഫലമാകും. ഏത് പ്രതിസന്ധിയും ഇവർ അതിജീവിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ മതി, നിങ്ങൾക്കും അതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ കണ്ടു തുടങ്ങും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പുണർത്തവും പൂരവും വിശാഖവും എത്തുന്നത്. ഇവരുടെ ഗ്രഹനിലയനുസരിച്ച് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. ധാരാളം ധനം വരുന്നു, നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, കഷ്ടപ്പെടുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഇവരുടെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജ്യോതിഷപ്രകാരം ഇവർക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധിയാണ് വന്നു ചേരേണ്ടത്. അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നു. വിദേശത്തു നിന്നൊക്കെ ധാരാളം ധനം വന്നു ചേരുന്നു. അതുപോലെ തന്നെ വിദേശ യോഗം കാണുന്നു. അതല്ലെങ്കിൽ വിദേശത്ത് തന്നെ പോകണമെന്നില്ല, അന്യസംസ്ഥാനങ്ങളിലൊക്കെ പണിയെടുക്കുന്നവരാണ് എങ്കിലും അവർക്കൊക്കെ രാജകീയമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും. പുണർത്തവും പൂരവും വിശാഖവും. അടുത്ത നക്ഷത്രം അശ്വതി, മകയിരം, ആയില്യം എന്നീ 3 നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും വന്നു ചേരുന്നു ഇവർക്ക്. അതായത് പങ്കാളി മുഖേന ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും. നല്ല പ്രശസ്തി ഉണ്ടാകും, നല്ല ജോലി ലഭിക്കും, ചില ധനാഗമനങ്ങൾ ഇവർക്ക് കാണുന്നു. ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ജൂലൈ മാസം 1-ാം തീയതി മുതൽ ധനാഗമനമാണ്. ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരും. ഈ ലക്ഷക്കണക്കിന് രൂപ ചുമ്മാതിരുന്നാൽ വരില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കുക, ശ്രമം നടത്തുക. തീർച്ചയായും ഇവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെയും ഈശ്വരാധീനവും ഒക്കെ കണ്ടെത്തുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അശ്വതിക്കും മകീരത്തിനും ആയില്യത്തിനും നടക്കാൻ പോകുന്നു. മഹാദേവനെ തൃപ്തിപ്പെടുത്തുക, മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. കൊതിച്ചതൊക്കെ നിങ്ങൾ നേടും. നിങ്ങളുടെ ജീവിതത്തിൽ കൊതിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അതുപോലെ കുലദേവ പ്രീതി നടത്തണം. ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കേണ്ട സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ കൊതിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കൈ വരും, ഒരു സംശയവും വേണ്ട. അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുക. കർക്കിടക മാസം ഒരു 1-ാം തീയതിയൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു തുടങ്ങിയിരിക്കും. കർക്കിടകം ഒരു 15 ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതിസമ്പന്നതയിൽ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കുക. അത് പല രീതിയിൽ വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെയാകാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ജോലി നേടുന്നതിലൂടെയാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകാം. ഏതായാലും നല്ല ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറക്കപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഏത് പ്രതിസന്ധിയെയും നിങ്ങൾ അതിജീവിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ക്ഷേത്രദർശനം പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും അശ്വതിക്കും മകീരത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഒരുപാട് നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ വിശാഖവും ഉത്രാടവും അവിട്ടവുമാണ്. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇവരെ സംബന്ധിച്ച്. എന്നാൽ ഒരു മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈ വരും. നിങ്ങളുടെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജകൾ കൊണ്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ദേവീ പ്രാർത്ഥന നടത്തുക, ദേവീക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. വിശാഖവും ഉത്രാടവും അവിട്ടവും. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യ സമ്പന്നതയുമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വിശാഖത്തിനും ഉത്രാടത്തിനും അവിട്ടത്തിനും ധനം വന്നു ചേരും.
നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ്. അന്യരാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ധനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. രാജയോഗവും ഗജകേസരി യോഗവും നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. ഇതിൻ്റെ ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് ജൂലൈ 5 കഴിയുമ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങാൻ കഴിയും. നിങ്ങളുടെ ജീവിതം തന്നെ പാടെ മാറും. ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു ജാതകം പരിശോധിച്ച് ഈശ്വരാധീനക്കുറവ് പരിഹരിക്കണം. പരിഹരിച്ച് വേണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകാൻ. ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾക്ക് ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം അത് ഇപ്പോഴത്തെ സ്ഥിതി, ഗ്രഹസ്ഥിതിയൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങളൊക്കെ കറക്റ്റാവണ്ണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും അത്യുന്നതങ്ങളിലെത്തുവാൻ സാധിക്കും. ഇവിടെ പറയുന്ന ഈ 11 നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും അധികം ഗുണം ഈ ഒരു ജൂലൈ മാസത്തിൽ ലഭിക്കുക. 27 നക്ഷത്ര ജാതകരിൽ ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും അധികം ഗുണം ലഭിക്കുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി തിരുവോണം. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരാൻ പോകുന്നു. രാജകീയമായ ജീവിതം നയിക്കുവാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ഒരു പ്രതീക്ഷിച്ച ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ഉദ്ദേശിച്ച കാര്യം ഉറപ്പായും ഇവർക്ക് ഉണ്ടാകും. വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകും. ധനപരമായ നേട്ടമുണ്ടാക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക. അപ്പം, അട, അവില്, കദളിപ്പഴം, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു പുതിയ ജോലിയൊക്കെ ഇവരെ സംബന്ധിച്ച് കിട്ടേണ്ട സമയമാണ്. തടസ്സങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു. ആ സങ്കടങ്ങളുമൊക്കെ പൂരുരുട്ടാതി തിരുവോണം നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ്. കുലദേവ പ്രീതി നടത്തണം. കുലദേവ പ്രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലത്തിൻ്റെ ദൈവം. ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. ഗ്രഹനില അനുസരിച്ച് സമാധാനം ഉണ്ടാകും, ധനാഗമനം ഉണ്ടാകും, പ്രേമസാഫല്യം ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായി നോക്കിയാൽ ധനാഭിവൃദ്ധിയാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയേക്കുക. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്, എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇനി അഭിവൃദ്ധി ധാരാളം വന്നു ചേരാൻ പോവുകയാണ്. ഈ 11 നക്ഷത്ര ജാതകർക്കും മേൽപ്പറഞ്ഞ എല്ലാ ഗുണാനുഭവങ്ങളും വന്നു ചേരും. നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. ജൂലൈ മാസത്തിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ. എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൂലൈ 15-ാം തീയതി പ്രത്യേക മൃത്യുഞ്ജയ ഹോമമുണ്ട്. ആ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. നന്ദി, നമസ്കാരം.